അലി ലാരിജാനി ഇറാൻ നേതാവിൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുള്ളൊരു പ്രസ്താവന ഈ യുദ്ധത്തിൽ നിരവധി സൈനികരെ തങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സൈനികരെ ബന്ദികളാക്കി അത് വെച്ച് വിലപേശാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഏതൊക്കെ സൈനികരാണ്, എത്ര പേർ ഇറാൻ്റെ കൈകളിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. കാരണം F-35 യുദ്ധവിമാനങ്ങൾ വരെ അവിടെ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഇസ്രായേലിൻ്റെ. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു വിമാനം വെടിവെച്ചിരുന്നത് എന്നും വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെയുള്ള പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം ഇറാൻ്റെ കൈകളിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സൈനികരെ വെച്ചുകൊണ്ടുള്ള ഒരു വിലപേശൽ എന്നുള്ള രൂപത്തിലേക്ക് യുദ്ധത്തിൻ്റെ മറുഭാഗം പോവുകയാണ്. മറ്റൊന്ന്, അമേരിക്കയും UK തമ്മിൽ കൂടുതൽ അകലുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഈ യുദ്ധത്തിലേക്ക് പടക്കപ്പലുകൾ അയക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും സഹായങ്ങൾ നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കുമ്പോഴാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ട്രംപ് പറയുന്നത്. ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു കഴിഞ്ഞു, ഇനി UK ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ സമീപകാലത്ത് അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഏറെ സംഘർഷത്തിലേക്ക് പോയ, വലിയ തർക്കത്തിലേക്ക് പോയ ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായത്. ഇറാഖ് അധിനിവേശമാകട്ടെ, അഫ്ഗാനിസ്ഥാൻ അധിനിവേശമാകട്ടെ, അവിടെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇതിലേക്ക് വരുന്നതായിരുന്നു. ഇപ്പോൾ യൂറോപ്പ് ആകെ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ ട്രംപിൻ്റെ കൂടെയില്ല. താൻ തുടങ്ങിയ യുദ്ധത്തിന് ഒറ്റയ്ക്ക് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഇസ്രായേലിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്നുള്ളൊരു പൊതു പ്രതീതി ആകെ ലോകത്താകെ വന്നിരിക്കുന്നു. അപ്പോഴാണ് ഈ യുദ്ധം ജയിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എങ്ങനെയാണ് ഈ ആക്രമണം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്രമണം നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇറാൻ കീഴടങ്ങിയെന്ന് പ്രഖ്യാപിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കീഴടങ്ങിയെന്ന് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും പരിഹാസത്തോടു കൂടി ഇത് അവസാനിച്ചു, ഞങ്ങൾക്കിനി രക്ഷയില്ല എന്ന് ഇറാൻ്റെ നേതാക്കൾ പറയട്ടെ, അപ്പോൾ ആക്രമണം നിർത്താം എന്നൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകെ തകർന്നു പോയിരിക്കുകയാണ്. താഡ്, പാട്രിയറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ അതിനി എങ്ങനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യും എന്ന് അറിയാതെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു എന്നും കഴിഞ്ഞ ദിവസം പ്രതിരോധ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന ആയുധ കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ആകെ താഡിൻ്റെ 8 ബാറ്ററികൾ മാത്രമാണ് US അവശേഷിക്കുന്നുള്ളൂ. അത് ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ഒരു $1 ബില്യൺ ഡോളർ വേണം. അത് തന്നെ ആ പണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അതിൻ്റെ സാങ്കേതികമായി അത് റീപ്ലേസ് ചെയ്യാനുള്ള കാലതാമസം എടുക്കും. അങ്ങനെയാണെങ്കിൽ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാകെ പാളും. ഇറാൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ മിസൈലുകളും ഡ്രോണുകളും ഇരിക്കുകയാണ്. അതുപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്ക് നടക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഇപ്പോൾ തന്നെ ഇസ്രായേലിലേക്ക് വലിയ ഒരു കൂട്ടം മിസൈലുകൾ എത്തുകയാണ് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ അറിയിക്കുകയും വലിയ സൈറണുകൾ മുഴങ്ങുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്, 2025 ജൂണിൽ യുദ്ധത്തിൽ ആദ്യ സമയത്തെല്ലാം ചെറിയ ഡ്രോണുകളും മിസൈലുകളും അയച്ച് അവസാന ഘട്ടത്തിൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈലുകൾ ഇറാൻ അയക്കുന്നത്. അവിടേക്ക് ഇത് തുടരുകയാണെങ്കിൽ യുദ്ധം അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകും, അതിലേക്കൊക്കെ വികസിക്കും. അപ്പോഴാണ് ഇപ്പോൾ ട്രംപ് ഈ അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. ശരി, ഇറാൻ ഈ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് GCC രാജ്യങ്ങളെ ഇനി ആക്രമിക്കുകയില്ല എന്ന് പറയുകയും ക്ഷമ പറഞ്ഞു എന്ന മട്ടിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അമേരിക്കൻ ബേസുകളുള്ള കാലത്തോളം ആക്രമിക്കപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ്. അവരിപ്പോൾ യുദ്ധം സങ്കീർണാവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും ഈ യുദ്ധം നേരത്തെ പ്രവചിക്കപ്പെട്ടതുപോലെ ഏകപക്ഷീയമായൊരു യുദ്ധമല്ല. ഗസയിലെ ആൾക്കൂട്ടത്തിന് നേരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ബോംബുകൾ എറിഞ്ഞതുപോലെയുള്ള ഒരു ഏകപക്ഷീയ യുദ്ധമല്ല, മറിച്ച് അതിൻ്റെ പ്രത്യാക്രമണങ്ങളും ഉണ്ടാകുന്നു. അതിന് നഷ്ടം എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്നു. ഇസ്രായേലിൽ ഉണ്ടാകുന്ന വിനാശത്തിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മടങ്ങി വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു. ബങ്കറുകൾ പോലും തകർക്കുന്ന ബങ്കർ ബസ്റ്റർ മിസൈലുകൾ വന്ന് വീഴുകയാണ്, അവിടെയൊക്കെ ആൾക്കാർ മരിക്കുന്നു, പക്ഷേ വിവരങ്ങളിൽ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്ന്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. പിടിയിലായ അമേരിക്കൻ സൈനികരുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടി വരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കേണ്ടി വരുന്ന യുദ്ധമായി മാറുകയാണ്. ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം കൂടാൻ കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരുന്നില്ല എന്നതും അമേരിക്കയെ ഇക്കാര്യത്തിൽ കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് തള്ളിവിടുന്നുണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്.